ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ വരുന്നത് ആഫ്റ്റർ എ ലോങ് ടൈം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഫ്രീ ആയതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ റെൻറ്റഡ് ഹൗസ് നമുക്ക് മാറിക്കൊടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ കാറിലൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സിബിച്ചേനൊന്നും വീട് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ സിബിച്ചേനും വൈഫും കൂടെ വീട് കാണാൻ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ക്ലീനിങ്ങിലായതുകൊണ്ട് അവരും മിഥുൻലാലും എന്നും എല്ലാവരും കൂടെ വന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ കാറിൽ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പുതിയ വീടൊന്ന് കുറച്ച് ക്ലീനൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ചു രാത്രി ഒന്ന് ഫുഡ് അടിക്കാൻ പോവാമെന്ന്. അവരുടെ പാർട്ടി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് റെഡിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ കൊളത്തൂരുള്ള സംസം ഹോട്ടലിലോട്ടാണ് കേട്ടോ പോയത്. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇത്ര ഓണായിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല, ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹെക്റ്റിക്കാരെന്ന് പറയാൻ പറ്റും. നമ്മൾ ഫുള്ളി മൂഡ് ഓഫ് ആയിരുന്നു. കാരണം നമ്മൾ ദേഹം വേദനയാണോ പനിയാണോ നമ്മൾ ജോലി ചെയ്ത് തളർന്നതാണോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിവിയൻ ഫാമിലി, 3 പേരുണ്ട്. അപ്പോൾ ട്രിവിയൻ ഫാമിലി നമ്മൾ മിഥുൻലാലും ചേച്ചിയും പിന്നെ സിബിച്ചേനും സൂര്യ എന്നാണ് കേട്ടോ സിബിച്ചേൻ്റെ വൈഫിൻ്റെ പേര്. അപ്പോൾ എൻ്റെ പേര് സൂര്യ എന്നാണ്. നമ്മൾ വീട്ടിലായാലും അവിടെ പോയിട്ടായാലും ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആ ചേച്ചി വിളിക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കും, എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ആ ചേച്ചി നോക്കും. അവസാനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ മാറ്റി എന്നെ ചിന്നു എന്നൊക്കെ വിളിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ വന്ന് ഫുഡ് ഓർഡർ ചെയ്തു. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി തുടങ്ങി. അവർക്ക് കുറേ നേരമായില്ല അവർ ഉറക്കമൊക്കെ ഇല്ലാതിരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ വന്നപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള ആക്രാന്തത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ഫുഡൊക്കെ അടിപൊളിയാണ്. സംസബിലെ ഫുഡ് പറയണ്ടല്ലോ, നല്ല ഫുഡാണ്. ഒരു രക്ഷയിൽ നമ്മൾ അൽഫാമും ഷവായിയും ഉണ്ടോ പറഞ്ഞത്. ഈ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേ നമ്മുടെ ഇസു ബേബി ഇരിക്കുന്നു. ഇസു ബേബിക്ക് നമ്മുടെ മറ്റേ കാർട്ടൂൺ ഉണ്ടല്ലോ, മറന്നു കേട്ടോ. അപ്പോൾ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് ചേച്ചി ചില്ലാക്കി ഇരുത്തിയിട്ടാട്ടോ ചേച്ചി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ജ്യൂസ് കുടിക്കണോ പുറത്തുനിന്ന് ജ്യൂസ് കുടിക്കണം എന്ന് പറയുന്നൊരു ഡൗട്ടിലാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് പുറത്ത് പോയി ജ്യൂസ് കുടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് എണീറ്റ് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുപോയി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ ടൈം ഓർത്തില്ല. നൈറ്റ് 1:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല. എന്റെ ചോദിച്ച് അല്ല സിബിന്റെ കുനാഫ എന്താണ് ഇതെന്നാട്ടോ കുനാഫ അത് കേട്ട് കിട്ടാറ്. ഓ യാ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അവൻ കുറേ നാളായി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചൊക്കെ കണ്ടിട്ട്. അന്നാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ചിരിച്ച് ഞാൻ കാണുന്നത്. ഒരു കുനാഫയുടെ പേരും പറഞ്ഞായിരുന്നു ഈ ചിരി. അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചില്ലേ. അപ്പം നമ്മൾ നേരെ ഹലായിസിലല്ല, അതിന് മുന്നേ വേറൊരു കടയിലോട്ടാണ് പോയത്. അത് ക്ലോസ് ചെയ്തു. പിന്നെ നേരെ ഹലായിസിലോട്ട് വന്നു. ഹലായിസിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെയും ക്ലോസിങ് ടൈം ആയിരുന്നു. കണ്ണാടിയൊക്കെ വച്ച് മിഥുൻലാലേട്ടൻ പോയി ചമ്മിട്ടൊക്കെ വന്നതുണ്ടല്ലേ. അത് കഴിഞ്ഞ് നമ്മളെ സ്ഥിരം സ്പൈസി ബൈറ്റ്സിലോട്ട് പോയി. അവിടെ പോയി നമ്മൾ ഒരു ഹോർലിക്സും ലൈം ജ്യൂസൊക്കെ പറഞ്ഞു. എനിക്ക് തണുപ്പ് കുടിച്ചുകൂടായിരുന്നു, അതുകൊണ്ട് അവൻ എനിക്ക് കുറച്ച് പോലും ലൈം ജ്യൂസ് തന്നിട്ടില്ലായിരുന്നു. കുടിക്കണ്ട എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോർലിക്സ് കുടിച്ചു കേട്ടോ. എനിക്ക് ഹോർലിക്സ് മേടിച്ചിട്ട് ഞാൻ സിബിച്ചാനും ആണെന്ന് ഹോർലിക്സ് ഓർഡർ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹോർലിക്സ് മൊത്തം അവൻ തന്നെ കുടിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും ഹോർലിക്സ് ഓർഡർ ചെയ്തെന്ന് കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് കുറേ നാൾക്ക് ശേഷം ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരുന്നൊരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഓരോരുത്തരെ ഇറക്കി തുടങ്ങി. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നിതുലാലി എന്നൊക്കെ വണ്ടി ചാവടിക്കിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവരവിടെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ചേങ്കോട്ട് വേണം. നമ്മൾ അവിടെ ജംഗ്ഷനിൽ വണ്ടി വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ അവർക്ക് നേരെ തിരിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങി, നമ്മളും ബൈ ബൈ പറഞ്ഞു വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു, ഭയങ്കരമായി ഓണായിട്ടുള്ളൊരു ദിവസമായിരുന്നു. താങ്ക് യു സിബി ചേട്ടാ ആൻഡ് നിതുലാലി ഏട്ടൻ ഫോർ ദിസ് വണ്ടർഫുൾ ഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ ഫ്രം RS Stories.